പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെപ്പോഴും അവിടുത്തെ ഉൾപ്പെടുത്തല്ലേ തിന്മയെന്ന്. അനുഗ്രഹിക്കപ്പെട്ടവളാം. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മരണസമയത്ത് തമ്പുരാനോട് അനുഗ്രഹിക്കപ്പെട്ടവളാം. അങ്ങയുടെ ഉദരത്തിൽ
ഹലോ, നീ ഇതെവിടെയാ? വേഗം പാടാ. അവിടെയല്ല, അവിടെ 2 ദിവസമായിട്ട് ഭയങ്കര മ്യൂസിക്. ആ അതെ, നീ നമ്മുടെ നേഴ്സും പിള്ളേർ താമസിക്കുന്ന വീടിൻ്റെ പുറകിലെ ഗ്രൗണ്ടില്ലേ, അങ്ങോട്ടേക്കോ? ആ വേഗം വാ. 2 അടിക്കണ എന്നെ പാടാ. കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി. കണ്ണൂർ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. ಡೆಲ್ಟಾ 3 ಇನ್ಫಾರ್ಮೇಷನ್ ಸರಿ ಇದೆ. ಅಗಂಬೆ ರೋಡಲ್ಲಿ ತಾನೆ. ಬ್ಲ್ಯಾಕ್ ಜೀಪ್ K19EQ
1824. ഹലോ എലീന, നീ എവിടെയാ? ഓഫീസിലാ. ഞാൻ പറഞ്ഞ യൂറോപ്യൻ ടീംസ് ഉണ്ട്. നാളെ നീ വരില്ലേ? നാളെയാണ് ഇടുക്കി പ്ലാൻ ചെയ്തേക്കുന്നത്. 1 വീക്ക് കാണും. ആരാ? അരുണ? അതെ, നാളെ ഒന്ന് വരാൻ നോക്കണേ, എനിക്കൊന്ന് കാണണം. ആ, ഓക്കെ ഓക്കെ. ടൂർ ഓപ്പറേറ്റർ ആയോണ്ട് ഇങ്ങനെയൊക്കെ ചില ഗുണമുണ്ടല്ലേ. ഫ്രീ സ്റ്റേ ഒക്കെ കിട്ടും. വെറുതെ അല്ല, ലാസ്റ്റ് മന്ത് ഒരു 8 ഗ്രൂപ്പിനാണ് ഇവിടെ സ്റ്റേ എടുത്തത്. പക്ഷെ കൊള്ളാം, നല്ല സ്ഥലം. ഈ ഗ്രൂപ്പിന് നേരെ പോണത് മാലിയിലേക്കാണ്. ഓ, മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും കൂടെ പോകുന്നത്. നീ ഇങ്ങനെ കറങ്ങി നടന്നോ? നമുക്കൊന്ന് സെറ്റിൽ ആവണ്ടേ? എന്നിട്ട് വേണം നമ്മുടെ കാര്യം ഒന്ന് വീട്ടിൽ അവതരിപ്പിക്കാൻ. നിരകൾ നീളേ തോരാതെ പെയ്യുന്നിതാ വെൺപൂതളങ്ങൾ മേലാകെ മൂടുന്നിതാ വെൺമേഘങ്ങൾ നീ മോഹമേ നീഹാരമാ ഈ യാമവും യാമം പെയ്യും നിലാവാ താരായി തരുനിരകൾ നീളേ ഗ്രീഷ്മമായി നീയാമീണം താരിളം പൂവിൻ ചാരേ ഊർന്നിടുന്നേതോ തേൻകണം നീ നീർക്കണം മായാതെന്നും ജാലകം ചാരാനായും കാറ്റിതിൻ നീരൻ പൂകിന രാവിൻ കുളിരോർമകൾ കരളിൽ തീനാളമായി വിരൽകൾ കൈകോർത്തു നാം ചേരാമീ വലിയിൽ ശിലകൾ ഹിമമായിടും ഇതളാൽ നിൻലാളനം നിലവിൽ അതിരേഷ്മമായി അലിയാം വനശാഖിയിൽ കരളിതയാമം പെയ്യും നിലാവായി താരായി
രാവുകൾ നീളേ തോരാതെ പെയ്യുന്നിതാ വെൺപൂതളങ്ങൾ മേലാകെ മൂടുന്നിതാ വെൺമേഘങ്ങൾ നീ മോഹമേ നീഹാരമായി ഈ യാമവും ഗുഡ് മോർണിംഗ്. അജിയുടെ സ്റ്റഡി ലീവിൻ്റെ എക്സ്റ്റൻഷൻ അപ്രൂവൽ ഈ വീക്ക് തന്നെ കൺഫേം ആകും. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. ക്ലിയർഡ് എവറിത്തിങ് ഫ്രം മൈ സൈഡ്. താങ്ക് യു മാം. സോ ഇനി 1 year വിത്തൗട്ട് എനി ഡ്യൂട്ടി. യെസ്. അൺഒഫീഷ്യൽ ആയതുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് സ്പേസിൽ മീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത്. താൻ സെലക്ട് ചെയ്ത റിസർച്ച് ടൈറ്റിൽ ദാറ്റ് കൺവിൻസ് മീ അലോട്ട്. ക്രൈം പ്രിവെൻഷൻ അഗൈൻസ്റ്റ് വിമൻ ആൻഡ് വീക്കർ സെക്ഷൻ, റൈറ്റ്? യെസ് മാം. കേരളത്തിൽ മെറ്റേണിറ്റി ഡെത്ത്സ് ബാക്കിയുള്ള സ്റ്റേറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ്സ് വളരെ കുറവാണെന്ന് തനിക്കറിയാമല്ലോ. ലാസ്റ്റ് ഇയർ 45 മറ്റുമാണ്. യെസ്. അടുത്ത കാലത്ത് കേരളത്തിലെ ചില ഹോസ്പിറ്റൽസിൽ നടന്ന ഇൻസിഡൻറ്റ്സ് അജി നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. വൺ ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് അറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനക് വാർഡ്. രാത്രി കാലങ്ങളിൽ എന്തിനെയോ മറ്റോ കണ്ടു പേടിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ഏരിയയിൽ ഈ കാലങ്ങളിൽ 3ഓളം സ്ത്രീകളുടെ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാം മെറ്റേണിറ്റി റിലേറ്റഡ് ഡെത്ത്സ് ആണ്. ഇതെല്ലാം ഞാൻ നോട്ടീസ് ചെയ്യാൻ കാരണം I got frequent anonymous emails detailing the incidents. After that, I have referred some Interpol case studies. 1980s ഹംഗറിയിലും അതേപോലെ ചില യൂറോപ്യൻ കൺട്രീസിലും റിപ്പോർട്ട് ചെയ്ത മരണങ്ങൾ. ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ മരിക്കുന്ന സ്ത്രീകൾ, അതും എല്ലാം പ്രഗ്നൻസി പീരീഡിലുള്ളവർ. ആദ്യം പ്രഗ്നൻസി ബ്ലീഡിംഗ് എന്ന് കരുതിയെങ്കിലും പിന്നീട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് നോട്ടിഫൈഡായി. അന്വേഷണത്തിൽ ചില പേഗൻ മത ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ആ റിപ്പോർട്ടിൽ കണ്ടിരുന്നു. പക്ഷേ ഒരു മരണവും ഹോമിസൈഡ് ലിസ്റ്റിൽ വരാത്തതുകൊണ്ട് ലീഗൽ ആക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല. ബട്ട് ആ ട്രിഗർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. I guess it's extrajudicial killings. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചില സംഭവങ്ങളും ഞാൻ പറഞ്ഞ യൂറോപ്യൻ കോൺസ്പിറസിയും തമ്മിൽ എന്തോ ലിങ്ക് ഉള്ള പോലെ. ഐ ഹാവ് എ സീരിയസ് ഡൗട്ട്. പിന്നെ ഈ അനോണിമസ് മെയിൽസും കോൺസ്പിറസി തിയറിയും വെച്ച് നമുക്ക് അന്വേഷണമൊന്നും നടത്താൻ പറ്റില്ലല്ലോ. ബിക്കോസ് ദർ ആർ നോ ഫാക്ട്സ് ഓർ എവിഡൻസസ്. തനിക്ക് ഈ റിസർച്ച് തുടങ്ങും മുമ്പ് പൈലറ്റ് സ്റ്റഡി എന്നുള്ള രീതിക്ക് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തൂടെ? യെസ് മാം. സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ ദെൻ, ഞാനൊരാളെ കണക്ട് ചെയ്തു തരാം. കാർത്തിക് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. നൗ നോട്ട് ഇൻ സർവീസ്. ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പോഴും പല കാര്യങ്ങളിലും അയാളുടെ സപ്പോർട്ട് കിട്ടാറുണ്ട്. അയാൾ ഈ ഡെത്ത് കേസസിനെ കുറിച്ച് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫീൽഡ് വെരിഫിക്കേഷൻ ഒന്നും കാണില്ല, ബട്ട് ഹി ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ മാം. താങ്ക് യു.
നീ ഇപ്പം എത്തിയതല്ലേ ഉള്ളൂ. ആ, നീ ഇന്ന് തന്നെ തിരിച്ചു പോവാണോ? പോണമെന്ന് വിചാരിക്കുന്നു. അതെന്താ, തീരുമാനമായില്ലേ? നിനക്കിനി നാളെ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയാൽ പോരെ? നാൻസി ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ പോയാലും മതി. ഏയ്, അത് വേണ്ട, മോൻ ഇന്ന് തന്നെ പോയിക്കോ. അപ്പോൾ നീ പോയി ഡിന്നർ റെഡിയാക്കുക. ഞാനിവിടെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പെട്ടെന്ന് എത്തിയേക്കാം. ഓക്കെ? ഹലോ, എന്താടാ? ഹലോ, ആ പറ. എന്ത് കഷ്ടാടി, 2 ഡ്യൂട്ടി അടുപ്പിച്ചെടുത്ത് ഇറങ്ങിയതല്ലേ ഞാൻ. ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ലേ? ഓക്കെ ഓക്കെ, ആ ശരി, ആ ഞാൻ വിളിക്കാം. ഓക്കെ എന്നാ. എന്ത് പറ്റി? ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. ആരാ വിളിച്ചേ? അത് ഹോസ്പിറ്റലിൽ നിന്നാടാ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശയ്ക്ക് എന്തോ എമർജൻസി ഉണ്ട്. അതെ, നാളെ ഞാൻ ലീവാക്കാം. ഓക്കെ. ഓക്കെ.
ആ ഇനി ഒരു മാസം പോക്ക. കംബോഡിയൻ ട്രിപ്പ് പോയല്ലോടി. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. നീ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവുന്ന ഡോക്ടർ പറഞ്ഞേ. ഇറ്റ്സ് ഓക്കെ. എന്തോ എമർജൻസിയാ. നീ എന്താ വല്ലാത്ത പോലെ? അറിയില്ല, എനിക്കെന്തോ പോലെ. എന്തെന്ന് പറയ്. എൻ്റെ ചുറ്റും എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സംഭവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വീട്ടിൽ പ്രഗ്നൻ്റ് ആയ ചേച്ചി ബ്ലീഡിംഗ് ആയി മരിച്ച വിവരം പിറ്റേന്ന് നാൻസി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിന് നീ എന്ത് ചെയ്തിട്ടാ? ഇതൊക്കെ നോർമലായി നടക്കുന്ന സംഭവമല്ലേ പ്രഗ്നൻസി ഇഷ്യൂസ്? അത് മാത്രല്ല, എനിക്ക് ഒന്ന് മാറി നിന്നേ പറ്റൂ. ഐ എം ടോട്ടലി ലോസ്റ്റ്. ഞാൻ കുറച്ച് ദിവസം നാട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് നിൽക്കാൻ പോവാം.
ഈ വിരിപ്പാറയ്ക്കുള്ള റൂട്ട് ഇതാണോ? ആ, നേരെ പോയിട്ട് അടുത്ത ലെഫ്റ്റ്. ഓക്കെ, താങ്ക്സ്. ശരി. ഹലോ സർ, I'm Maji Jacob. കാർത്തിക്. രേണുകമ്മ വിളിച്ചിരുന്നു. സ്റ്റഡീസിന് വേണ്ടിയാണല്ലേ? അതെ. ലീവ് എന്ന് തുടങ്ങും? I am already on leave. Trying to extend. Like to have a black coffee? Yeah, sure. Thanks. Nice house. Okay, let's come to the point. 1 second. ഇന്ന് മോർണിംഗിലാണ് മാഡം വിളിച്ചത്. സോ ഐ ഗോട്ട് എ വെരി ഷോർട്ട് ടൈം ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. Yes, I know. Just a casual visit. ഓക്കെ, സ്ട്രെയിറ്റ് ടു ദ ടോപ്പിക്. വളരെ അടുത്തടുത്ത് നടന്ന 3 മരണങ്ങൾ റിപ്പോർട്ടഡ് അറ്റ് കണ്ണൂർ ഡിസ്ട്രിക്ട്. ആദ്യത്തേത് ആലക്കോട്, രണ്ടാമത്തേത് അവിടെ നിന്നും 10 കിലോമീറ്റർ മാറി മണക്കടവ്, ആൻഡ് ദെൻ ദ ഫൈനൽ വൺ വയനാട് ജില്ലാ ബോർഡറിൽ കൊട്ടിയൂരുള്ളൊരു ഹോസ്പിറ്റൽ. കോയിൻസിഡൻ്റലി ഈ 3 സ്ഥലങ്ങളും തമ്മിൽ കുറച്ച് കോമൺ ലിങ്ക്സ് ഉണ്ട്. These are remote areas. There are more similarities. ഈ 3 സ്ഥലങ്ങളും ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളാണ്. മോസ്റ്റ്ലി ഫ്രം സെൻട്രൽ ട്രാവൻകൂർ. Central Travancore. കോട്ടയം? ഇതുവരെ 3 മരണങ്ങളുടെ വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനു മുമ്പ് എത്രയെന്ന്, ഇനി എത്രയെന്ന്. There are connections that we don't know. Okay. You just go through it. Okay, sir. It's my reading time. We can sit later. Sure. Hey, Aji. Sir. You forgot your key. Oh, thank you. മമ്മി എന്താ ഒന്നും മിണ്ടാത്തെ? നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നീയാ കാരണമെന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. അല്ല മമ്മി,
ഇപ്പം നമ്മുടെ വല്യമ്മച്ചി എവിടാ? എന്തപ്പോ വല്യമ്മച്ചിയുടെ കാര്യം? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കണ്ണടച്ച വല്യമ്മച്ചി മുന്നിൽ വന്ന് നിൽക്കുക, എൻ്റെ കൂടെയുള്ള പോലെ. വല്യമ്മച്ചെക്കുറിച്ച് ആർക്കും ഇപ്പോൾ ഒന്നും അറിയില്ല. എല്ലാവരും ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ഒന്നും അറിഞ്ഞില്ല. ഇപ്പം ആ വീട്ടിലേക്ക് ആരും പോവാറില്ല. ആ വല്യമ്മച്ചി നമ്മുടെ ആരാ? എന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവരാ തറവാട് വീട്ടിലുണ്ടായിരുന്നു, ഒറ്റയ്ക്ക്. നിന്റെ പപ്പ പറഞ്ഞ കാര്യങ്ങളെ എനിക്കറിയത്തുള്ളൂ. പപ്പയുടെ കുടുംബത്തിലെ മുതിർന്നൊരു സ്ത്രീയാ. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പ്രാർത്ഥനയുമായി അവരാ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ വന്ന ആദ്യകാലങ്ങളിൽ പപ്പയും പപ്പയുടെ കുടുംബത്തിലെ മിക്ക ആൾക്കാരും അവിടെ പോവായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവരുടെ അഭിപ്രായം അറിയുമായിരുന്നു. മാസത്തിലൊരിക്കല് പ്രാർത്ഥനയ്ക്കായി അവിടെ കൂടാറുണ്ടായിരുന്നു. നീയും കുഞ്ഞിലെ ആ വീട്ടിൽ ഒരുപാട് ഓടിക്കളിച്ചിരുന്നതാ. അവരായിരുന്നു എല്ലാത്തിനും അവസാന വാക്ക്. പിന്നെന്തോ പപ്പ അവിടെ നിന്നാകുന്നു. പിന്നെയാണ് നീ പഠിക്കാൻ വെളിയിൽ പോകുന്നതും പപ്പയുടെ മരണമൊക്കെ. പക്ഷെ ഒന്നുറപ്പാ, അവരെ കാണാതായതിനു ശേഷം പപ്പയുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടായത്. ഒരു കാലത്ത് നാട്ടിലെ പ്രമാണിമാരായി നടന്നിരുന്നവരെല്ലാരും എല്ലാം പോയി. നിന്നിലൂടെ വേണോ ഈ തലമുറ തുടരാൻ? നീ ആ പ്രാർത്ഥന മുറിയിൽ പോയി ആ വിശുദ്ധ പുസ്തകം ഒന്നെടുത്തേ.
സർ വീട്ടിൽ തന്നെയാണ് മരിച്ചു കിടന്നിരുന്നത്. പിന്നെ ദുരൂഹ സാഹചര്യത്തിലായതുകൊണ്ടാണ് നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് വന്നത്. ബട്ട് ഓട്ടോപ്സി റിപ്പോർട്ട് സൈസ് പ്രഗ്നൻസി റിലേറ്റഡ് ബ്ലീഡിംഗ് ഡെത്താണ്. നത്തിങ് അൺയൂഷ്വൽ. സാറ് പറഞ്ഞ മാതിരി നോട്ടിഫൈഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇൻഫോം ചെയ്യാം. ഒരു ബോൾഡ്. ഇവിടുന്ന് പോയാൽ ഇനി വണ്ടിയൊന്നും കിട്ടില്ലേ? സാധ്യത കുറവാ സാറേ. ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ ജീപ്പ് റോഡാ. ഇത്രയും രാത്രിയായില്ലേ, വല്ല ജീപ്പും കിട്ടിയാലായി. സാർ എവിടെത്താ? എങ്ങോട്ട് പറ സാറേ? പോലീസാ. കുറച്ചാൾ മുമ്പ് ഇവിടെ ഒരു മരണം നടന്നിട്ട് ഓർമ്മയുണ്ടോ? ഒരു സ്ത്രീയുടെ. ആ പറമ്പേലെ ആ കൊച്ചു ഗർഭിണിയായിരുന്നു സാറേ. കുളിക്കാൻ പോയപ്പോ തെന്നി വീണതങ്ങാണ്ട. അത് രാത്രിയിലായിരുന്നോ സംഭവം? ആ ഉവ്വ, രാത്രിയിലായിരുന്നു സാറേ. ഈ ലാസ്റ്റ് ബസ് വന്ന ചേട്ടൻ കട അടയ്ക്കോ? അടയ്ക്കോ സാറേ. രാത്രിയായ പിന്നെ കച്ചവടമൊന്നുമില്ലെന്നേ, വെറുതെ ഇരിക്കുന്ന. ഈ പറഞ്ഞ ദിവസം പരിചയമില്ലാത്ത വല്ലവരെയും കണ്ടായിരുന്നു? എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ബസ്സിൽ നിന്നൊരു പെങ്കൊച്ചിറങ്ങി നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് എന്നെ കാണാതായി സാറേ. എന്റെ തോന്നലാണെന്ന് കരുതി ഞാൻ ആരോടും പറഞ്ഞില്ല സാറേ. വല്ല പ്രേതമാണെന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ ചിരിക്കില്ലേ? സെൻട്രൽ ട്രാവൻകൂറിൽ നിന്നും 1920s മലബാറിലേക്ക് കുടിയേറ്റം സ്റ്റാർട്ട് ചെയ്തത്. ഭൂമിക്ക് വിലക്കുറവാണ് അതിന് കാരണം. കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷവും സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു. ഏകദേശം 80 കാലഘട്ടം വരെ അത് തുടർന്നിട്ടുണ്ട്. ഈ മതപരമായും മറ്റും അവർ ഒരേ രീതിയാണല്ലേ? അച്ചായ, ഞാൻ ഈ പറഞ്ഞ മരണങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ജോഗ്രഫിക്കൽ കണക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം. ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ന്യൂസൊക്കെ ഞാനും വായിച്ചിട്ടുള്ളതാ. സാധാരണയായി നടക്കുന്ന പ്രഗ്നൻസി റിലേറ്റഡ് മരണങ്ങൾ കുടിയേറ്റവുമായി ലിങ്ക് ചെയ്യാൻ മതപരമായ കാരണങ്ങളൊന്നുമില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടല്ലോ എല്ലായിടത്തും. പിന്നെ നീ പറഞ്ഞ പേഗൻ മതത്തിൻ്റെ സാന്നിധ്യം ഒന്നും ഇവിടെ കാണാനില്ല. നൂറ്റാണ്ടുകളായി തുടരുന്ന മതങ്ങളെ ഇവിടെയുള്ളൂ. അതിലും ഏകദേശം ഇല്ലാണ്ടായിരിക്കുന്നത് ബുദ്ധിസം മാത്രമാണ്. നിന്റെ അന്വേഷണം നടക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ഫർദർ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാം. ഓക്കെ അച്ഛാ. എന്നാൽ ശരി അച്ഛാ, ഞാൻ വിളിക്കാം. ശരി.
കാർത്തിക് സാർ ആലക്കോടും മണക്കടവും പിന്നെ കൊട്ടിയൂരും നടന്ന ഇൻസിഡൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്തിരുന്നു. ഐ ഹാവ് സ്റ്റാർട്ടഡ് മൈ അനാലിസിസ് ബേസ്ഡ് ഓൺ ദോസ് ഡേറ്റാസ്. ഈ മരിച്ചവരുടെ ഫാമിലി മെമ്പേഴ്സിനും പിന്നെ നൈബേഴ്സിനും ഈ മരണത്തിൽ അബ്നോർമലായിട്ടൊന്നും തോന്നിയിട്ടില്ല. മരിച്ചവരിൽ ഒരു പെൺകുട്ടി ഇരുട്ടത്ത് എന്തോ കണ്ട് പേടിച്ച് നിലവിളിച്ചു എന്നല്ലാതെ മറ്റൊന്നുമില്ല. ദെൻ ഈ പരിസരത്തുള്ളൊരു തട്ടുകടക്കാരൻ പിന്നൊരു ഓട്ടോക്കാരനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നു. ഈ കടക്കാരൻ രാത്രി ലാസ്റ്റ് ബസ്സിലൊരു പെൺകുട്ടി അവിടെ വന്ന് ഇറങ്ങിയതായി സംശയം പറഞ്ഞിരുന്നു. അതിൽ സസ്പീഷ്യസ് ആയി എന്തെങ്കിലും തോന്നിയോ? മാം, ഇറ്റ്സ് എ റിമോട്ട് പ്ലേസ്. ആ പരിസരത്തുള്ള മിക്ക വീട്ടുകാരെയും ആ കടക്കാരനറിയാം. പിന്നെ ആ സമയത്ത് പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ നോട്ട് ചെയ്തതാവാം. അയാളതൊരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് കരുതി ഈ വിവരം ആരോടും ഷെയർ ചെയ്തില്ല. പിന്നെ ആ ബസ് കണ്ടക്ടറോടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി യാത്ര ചെയ്തതായി അയാളും കൺഫേം ചെയ്തിട്ടുണ്ട്. ഇരിട്ടിയിൽ നിന്ന് മറ്റുമാണ് കയറിയത്. ഇതിന് സമാനമായൊരു അനുഭവമാണ് ആലക്കോടുള്ള ആ ഓട്ടോക്കാരനുണ്ടായത്. രാത്രി വളരെ വൈകി അയാളുടെ ഓട്ടോ കയറിയൊരു പെൺകുട്ടി വിജനമായൊരു സ്ഥലത്ത് വെച്ച് അപ്രത്യക്ഷമായി. Were you able to trace any of them? ഈ രണ്ടുപേരും പറഞ്ഞതനുസരിച്ച് ഈ പെൺകുട്ടികൾ കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ ആ സർക്കിളിലുള്ള സ്റ്റേഷനിലും. ബട്ട് ദർ ഈസ് നോ ട്രേസ്. ഈ എൻക്വയറി നടക്കുമ്പോഴാണ് ഇടുക്കി രാജാക്കാട് നടന്ന 2 മരണങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാർത്തിക് സാർ പാസ് ചെയ്തത്. ഒന്ന് ഒരു ഹോസ്പിറ്റൽ, രണ്ടാമത്തേത് അവിടെ അടുത്തുള്ളൊരു വീട്ടിലും. സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ, രാജാക്കാട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈസ് ദാറ്റ് ഇതേ പേരിലുള്ള ഒരു ഹോസ്പിറ്റലാണ് കൊട്ടിയൂരും മരണം നടന്നിരിക്കുന്നത്. ഈ 2 ഹോസ്പിറ്റലും ഒരേ കോൺഗ്രിഗേഷൻ്റെ അണ്ടറിലുമാണ്. അന്വേഷിച്ചപ്പോൾ ഈ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും സ്റ്റാഫ് ട്രാൻസ്ഫർ നടക്കാറുണ്ട്. ഈ കൊട്ടിയൂർ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് ട്രാൻസ്ഫറായി വന്ന ഒരു നേഴ്സ് ലീവ് ഡേറ്റ് കഴിഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജാക്കാട് വീട്ടിലും ഹോസ്പിറ്റലിലും പിന്നെ കൊട്ടിയൂരും ഈ നേഴ്സിന്റെ ക്ലോസ് പ്രസൻസ് ഉണ്ടായിരുന്നതായി അറിയാൻ കഴിഞ്ഞത്. മേഡം, അവളുടെ പ്രസൻസ് ഉണ്ടായെന്ന് കരുതി നമുക്ക് അവളെ സംശയിക്കാനൊന്നും പറ്റില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും ലീഗലി ഒന്നും മൂവ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് all those cases are reported as maternal deaths. Yes, Saji. That's why all these cases are pretty strange. Then? Elena. അവൾ ഒരാഴ്ചത്തെ ലീവിനായാണ് പോയത്. പിന്നെ ഞാൻ വിളിച്ചിട്ട് റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല. പിന്നെ സാർ, അവൾ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അരുൺ ഇവിടെ ഉണ്ടായിരുന്നു. മാത്യുവിന് എലീനയുടെ ഫാമിലിയായിട്ട് പേഴ്സണലി എന്തെങ്കിലും പരിചയമുണ്ടോ? ആൻറ്റി, ഞാൻ മാത്യൂസാണ്, രാജാക്കാട് ഹോസ്പിറ്റലിൽ നിന്ന്. ഫോണിൽ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. മോനിരിക്കെ. മാത്യു, അവള് ഹോസ്പിറ്റലിൽ പറഞ്ഞില്ല എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. IELTS പോവാണെന്ന് പറഞ്ഞിരുന്നു. അവള് മാത്യുവിനോട് പറഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മോൻ പറയുമ്പോഴാണ് അറിയുന്നത്. എലീന വിളിക്കാറില്ലേ? ഇപ്പം അവള് വിളിച്ചിട്ട് ഏകദേശം 1 മാസത്തോളമായി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എനിക്ക്? എന്ത് പറയാനാ മോനെ, ഇത്തവണ വന്നപ്പോൾ വലിയ സങ്കടത്തിലായിരുന്നു. ഒറ്റയ്ക്കൊരു ദിവസം തറവാട് വീട് വരെ പോയി. അവിടെ തല കറങ്ങി വീഴുകയും ചെയ്തു. തറവാടോ?
ഫ്രെഡി എലീനയുടെ കസിനാണല്ലേ? എലീനയെക്കുറിച്ച് ഈയിടെ വിവരങ്ങളൊന്നുമില്ല എന്നാണ് അവളുടെ മമ്മി പറഞ്ഞത്. കുറച്ചുനാൾ മുമ്പ് എലീനെ ഇവിടെ അബോധാവസ്ഥയിൽ കണ്ടതിന് ശേഷം അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ അവൾക്ക് എന്താ പറ്റിയത്? ഈ ഭാഗത്ത് ഫ്രെഡിക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ടല്ലോ. ഞാൻ അവൾക്ക് പിന്നെ എന്താ പറ്റിയത്? അറിയില്ല. ഇത് ഞങ്ങളുടെ തറവാട് വീടാണ്. ഇവിടെ വെല്ലുമിച്ചു ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വരുമായിരുന്നു. പെട്ടെന്ന് ആളെ കാണാതായി. ഒറ്റയ്ക്കായിരുന്നു അവരിവിടെ. ഫ്രെഡിക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. എലീനയെക്കുറിച്ച് മാത്രമല്ല എനിക്കറിയേണ്ടത്. ശരി, ഫ്രെഡി പോയിക്കോ. മോളെ ഇനി മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയത്? നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ എനിക്കൊരു താല്പര്യമില്ല. വിളിച്ചാലോട്ടും ഫോണും എടുക്കൂല. നിനക്കൊരു ഫോൺ കോളെങ്കിലും ചെയ്തൂടെ? Why are you avoiding me? You just get lost. I lost everything. നീ, എൻ്റെ മമ്മി, എല്ലാം. Please leave me alone.
നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ലീല. എല്ലാം ഒരു കഥകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ മൈൻഡ് ഇപ്പോൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാലോ? I missed my last 2 periods. അപ്പോ ഇതൊക്കെ വെറും കഥകളാണോ? Are you pregnant? I need an abortion. Please help me. എന്നിലൂടെ ഇതിനൊരു തുടർച്ച വേണ്ട. നീ ഒന്ന് പോവോ പ്ലീസ്? സർ, രാജാക്കട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു എലീന. ഐ ആം ദർ. She is missing, right? Yes. Anything more than this? സർ, രേണുക മാം പറഞ്ഞിരുന്ന യൂറോപ്യൻ കോൺസ്പിറസിയിൽ ഒരു മതഗ്രൂപ്പിൻ്റെ പ്രസൻസ് പറഞ്ഞിരുന്നു. പിന്നെ സാറ് പറഞ്ഞ സെൻട്രൽ ട്രാവൻകൂർ കണക്ഷനും, അതുപോലെ ഞാൻ നടത്തിയ ഫീൽഡ് വിസിറ്റിലും ഐ ടു ഓൾസോ റീച്ച് ദ സെയിം കൺക്ലൂഷൻ. What is that? ഞാൻ ആ മിസ്സിംഗ് ആയ പെൺകുട്ടി എലീനയുടെ നാട്ടിൽ പോയിരുന്നു. ലിലിത്ത്, a demonic figure in Judaic myth. അവയ്ക്ക് മുമ്പ് ആദത്തിൻ്റെ ആദ്യത്തെ പങ്കാളി. ദൈവത്തെ വെല്ലുവിളിച്ച് ഹവ്വയ്ക്ക് വിലക്കപ്പെട്ട കനി നൽകിയവൾ. ലൂസിഫറിൽ അവൾക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ മാലാഖയാൽ കൊല്ലപ്പെടുന്നു. അതിനു പകരം ആദം ഹവ്വ തലമുറകളിലെ മനുഷ്യക്കുഞ്ഞുങ്ങളെ ഗർഭത്തിലെ കൊല്ലുന്നവൾ. ദ റിവെഞ്ച് ഓഫ് ലിലിത്ത്. Lilith, what are you trying to convince? ഈ കഥയും ഇവിടെ നടന്ന മരണങ്ങളും തമ്മിൽ സാത്താനിക് വർഷിപ്പ് പോലെ ലില്ലിത്തിനെ ആരാധിക്കുന്ന ചില മതഗ്രൂപ്പുകളുണ്ട് ഇവിടെ. എലീനയുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ആരാധന ഉണ്ടായിരുന്നു. അവളുടെ പഴയ തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഫോട്ടോ. പിന്നെ ഹീബ്രു ഭാഷയിലുള്ളൊരു വിശുദ്ധ ഗ്രന്ഥവും. ഓക്കെ, സോ കേരളത്തിലെ ചില പുരാതന ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ
തലമുറകളായി ഇങ്ങനൊരു ആരാധന ഉണ്ടായിരുന്നതായി അറിയാൻ കഴിയും. പല കുടുംബങ്ങളും ഫൈനാൻഷ്യലി ആൻഡ് സോഷ്യലി ഉയർന്നു നിൽക്കുന്നത് ഈ ഒരു ആരാധനയുടെ ബലത്തിലാണെന്ന് അവർ വിശ്വസിക്കുന്നു. എലീനയുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ആരാധന ഉണ്ടായിരുന്നു. ഡിവോട്ടീസ് ഓഫ് ലില്ലിത്ത്. മേ ബി ലില്ലിത്തിൻ്റെ ഇൻഫ്ലുവൻസ് എലീനയിലും ഉണ്ടാവും. അപ്പോൾ കണ്ണൂരിൽ നടന്ന മരണങ്ങൾ? സോ യു ആർ കൺക്ലൂഡിംഗ് ദ സെയിം വിത്ത് ലിലിത്ത്? അവിടെ നടന്ന മരണങ്ങളിൽ 2 പെൺകുട്ടികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്നും താനത് ഫോളോ ചെയ്യുകയാണെന്നും രേണുക മാം പറഞ്ഞിരുന്നു. വാട്ട് ഇസ് ദ സ്റ്റാറ്റസ് ഓഫ് ദാറ്റ് അപ്ഡേറ്റ്? സാർ, അത് ഒരു തട്ടുകടക്കാരനും ഓട്ടോക്കാരനാണ് സംശയം പറഞ്ഞിരുന്നത്. ദർ ഈസ് നോട്ട് ട്രേസബിൾ എവിഡൻസ്. പിന്നെ കൊട്ടിയൂർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന എലീനയുടെ കണക്ഷൻ പോലെ മറ്റാരുടെയും സാന്നിധ്യം ആലക്കോടും മണക്കടവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. So you are closing the Kannur chapter, right? I think so, sir. പിന്നെ എലീനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മരണങ്ങൾ എന്തിനാണ് ഒരു മിത്തിക് കഥാപാത്രമായി ലിലിത്തിൽ കൊണ്ടെത്തിക്കുന്നത്? വിത്തൗട്ട് എനി റാഷണൽ ഡിസ്പ്ലേ, is it presentable? Maybe all depends on how we approach. പിന്നെ എലീനയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഓൾ മേക്കിംഗ് മീ എ സ്ട്രോങ് ബിലീവർ. ആദത്തിന്റെ സന്തതി പരമ്പരകളോടുള്ള ലില്ലിത്തിന്റെ പ്രതികാരം. അജയ്, ഈ നോൺസെൻസ് ഒന്നും തൻ്റെ സ്റ്റഡീസിൽ ആഡ് ചെയ്യണ്ട. 1 വർഷത്തെ ലീവ് വേസ്റ്റ് ആയി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, താങ്ക് യു. ലില്ലിത്ത് ബാബിലോണിയൻ സംസ്കാരത്തിൽ നിന്ന് ഈജിപ്തിലേക്കും പിന്നെ ഇസ്രായേലിലേക്കും പകർന്ന നാടോടി കഥകളിലെ കഥാപാത്രമെന്ന് പറയുന്നുണ്ടെങ്കിലും ചാവുകടൽ ചുരുളുകളിൽ മോൺസ്റ്ററിൽ ഒന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിങ് ജെയിംസ് ബൈബിളിന്റെ ആംപ്ലിഫൈഡ് വേർഷനിൽ ഇശയ്യാ പുസ്തകത്തിലും ഈ ലില്ലിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ലില്ലിത്തിനെ കുറിച്ച് കൂടുതൽ വിശേഷിപ്പിക്കുന്ന കഥകൾ ജൂത ബുക്കായ ആൽഫബറ്റ് ഓഫ് സിറാക്കിലാണുള്ളത്. ഹവ്വയെ ആദ്യ പാപത്തിലേക്ക് നയിച്ചതും ലില്ലിത്താണെന്നാണ് ആ ബുക്കിൽ പറയുന്നത്. ഈ ഗർഭിണികൾ സന്ധ്യയായാൽ പുറത്തിറങ്ങരുതെന്ന് പറയാറില്ലേ, അത് ലില്ലിത്തുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു വന്ന കഥകളാണ്. പേഗൻ മതഗ്രൂപ്പുകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ മതത്തിന്റെ മറവിലല്ലേ ഇതെല്ലാം ഇപ്പൊ കണ്ടത്. മാർത്തോമ ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്ത കുടുംബങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം മറവിയിലേക്ക് പോയി. നീ ഈ കറുത്തച്ഛനൂട്ട് എന്നൊക്കെ മധ്യ തിരുവിതാംകൂർ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെടുത്തി കേട്ടിട്ടില്ലേ? അതുപോലെ തലമുറകളായി തുടരുന്നതാകാം ഇതും. ആ കുടുംബങ്ങളിലെ തായ്വഴികൾ മലബാറിലേക്കും മറ്റും കുടിയേറിയിട്ടുണ്ടാകും. നീ അന്നു പറഞ്ഞ മരണങ്ങളെ ജിയോഗ്രഫിക്കലായി വേണമെങ്കിൽ ഇതുമായി കണക്ട് ചെയ്യാം. എങ്കിലും ഗർഭിണികളൊക്കെ തെരഞ്ഞുപിടിച്ച് മരണത്തിലേക്ക് വിടുക എന്ന് പറഞ്ഞാ വെറും മരണങ്ങളല്ലല്ലോ, സാധാരണമെന്ന് തോന്നിപ്പിക്കുന്ന കൊലപാതകങ്ങൾ. ഈ പറഞ്ഞ കണക്ഷൻ വെച്ച് നോക്കട്ടെ. അജി, എനിക്ക് തോന്നുന്നത് ചില തിരിച്ചടികളും നടന്നിട്ടുണ്ടെന്നാണ്. നീ സൂചിപ്പിച്ച ഇസ്രായേലിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്ക്, അന്നവിടെ 10ഓളം സ്ത്രീകളാണ് മരിച്ചത്. അത് ഒരു പേഗൺ മതഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിരുന്നു. അതൊരു ടെററിസ്റ്റ് അറ്റാക്കാണെന്ന് ഇന്റർപോൾ അടക്കമുള്ള ഒരു ഏജൻസിയും വിശ്വസിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. യെസ്, രേണുക മാം ഈ ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് ബാക്കി കിട്ടുന്ന വിവരങ്ങളൊക്കെ ഞാൻ നിന്നെ അറിയിക്കാം. ഓക്കെ. നിന്റെ സാറയ്ക്ക് ഉണ്ടായിരുന്നു സെൻട്രൽ ട്രാവൻകൂറുമായൊരു കണക്ഷൻ.
മൂകമാം രാവിതിൽ നിൻമിഴി തിരയുമാ കാതവും ഓർമ്മയാ കാലം കാത്തിതാ ആളുമെൻ ഓർമ്മകൾ തീരാത്തീ വഴി നീളുമീരവിതിൽ ഈരാവിലും തേടുന്നു ഞാൻ നിൻ നിഴലിനെ ഇരുളാകിലും ഈരാവിലും തേടുന്നു ഞാൻ നിൻ നിഴലിനെ ഇരുളാകിലും മഞ്ഞലയായി മൗനം കാരിരുളായി സൂര്യൻ ഇരവാ രാത്താരമേ അകലെ നീ മാഞ്ഞോ എൻ പ്രാണനിൽ അലയും നിൻ കനവോ രാത്താരമേ അകലെ നീ മാഞ്ഞോ എൻ പ്രാണനിൽ അലയും നിൻ എരിയും പ്രണയമേ ചിതയിൽ പൊലിഞ്ഞുവോ ദൂരം താണ്ടിടാൻ ചുവടോ മറന്നു ഞാൻ രാവിതാ നീഹാരമായി കാവ്യമേ അണയാത്തി നാളമേ അതെ സാർ പറഞ്ഞോ. നിങ്ങൾക്ക് ആൻഡമാൻ പാക്കേജ് ഉണ്ടോ? സാറിന്റെ പേരെന്താണ്? അജി. ആൻഡമാൻ പാക്കേജ് ആണോ സാർ നോക്കുന്നത്? അതെ. ഫാമിലി പാക്കേജ് അല്ലേ? നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഫാമിലി പാക്കേജ് ആണോ നോക്കുന്നത്? സാർ ഇപ്പോൾ എവിടെന്നാ വിളിക്കുന്നത്? ഇടുക്കി. ഇടുക്കിയിൽ എവിടെയാണ് സാർ? ഞാനിപ്പോൾ മൂന്നാറാണ്. ഓ, ഞാനും ഇപ്പോൾ മൂന്നാറുണ്ട്. ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് വന്നതാ. ഓ. സാർ ഈവനിങ് ഫ്രീ ആണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം. ഓക്കെ സാർ, താങ്ക് യു. Arun, come. Aji sir? Yes, please. Sir, ഈ ആൻഡമാൻ പാക്കേജ് കൂടാതെ ലക്ഷദ്വീപ് മാലി പാക്കേജ് കൂടെയുണ്ട്. അതൊക്കെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് നമുക്ക് നോക്കാം അരുൺ. അരുണിൻ്റെ കൈക്കിപ്പം എങ്ങനെയുണ്ട്? എന്താ സാർ? ഈ ഇടയ്ക്ക്
ചെറിയൊരു ഫ്രാക്ചർ പറ്റിയില്ലേ? അതിപ്പോൾ എങ്ങനെയുണ്ട്? അതിപ്പോൾ ഓക്കെയാണ് സർ. അല്ല, സാറിന് ഇതെങ്ങനെ അറിയാം? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അരുൺ കൃത്യമായിട്ട് ഉത്തരം പറയണം. ഈ എലീനെ എത്ര കാലമായിട്ട് അരുൺ അറിയാം? ഒന്നും ആലോചിക്കണ്ട അരുൺ. സർ, കൊച്ചിയിൽ BSc നഴ്സിംഗ് പഠിക്കാൻ വന്നപ്പോഴാണ് ഞാൻ എലീനെ പരിചയപ്പെടുന്നത്. എൻ്റെ ജൂനിയറായി പഠിച്ചൊരു കുട്ടി എലീനയുടെ കൂടെ ഉണ്ടായിരുന്നു. അവളാണ് എനിക്ക് എലീനെ പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ഈ അരുണിന്റെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടിയുടെ പേരെന്തായിരുന്നു? നാൻസി. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് എലീന എന്താ പുറത്തേക്കൊന്നും ജോലി നോക്കാതിരുന്നത്? മമ്മി ഒറ്റയ്ക്കായതുകൊണ്ടാണ് പുറത്തേക്കൊന്നും നോക്കാതിരുന്നതെന്ന് അവൾ എന്നോട് പറഞ്ഞത്. പിന്നെ ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് അവൾക്ക് അങ്ങനെ അത്ര ഇഷ്ടമല്ലായിരുന്നു സർ. സാറിപ്പോൾ ഇതൊക്കെ എന്തിനാണ്? ഒന്നുമില്ല അരുൺ. എലീനയെ ഈ അടുത്തിടയ്ക്ക് അരുൺ കണ്ടിരുന്നോ? ഇല്ല, ഒരു 3 വീക്സെങ്കിലും ആയിട്ടുണ്ടാവും. അതെന്തു പറ്റി? നിങ്ങൾ കൂടെ കൂടെ കാണാറില്ലായിരുന്നു? കാണാറുണ്ടായിരുന്നു സർ. എലീന രാജാക്കാട് ഹോസ്പിറ്റലിലേക്ക് മാറിയ ശേഷം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും കാണാറുണ്ടായിരുന്നു. മൂന്നാറിലേക്ക് എല്ലാ വീക്കിലും ടൂർ ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെന്താ ഈ 3 വീക്സ് ഗ്യാപ്പ്? അവസാനമായി ഞങ്ങൾ കണ്ടുവരുന്നത് അത്ര നല്ല രീതിയിലല്ലായിരുന്നു സർ. അവൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്നതാണോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാണ്ടിരുന്നത്? അല്ല സർ, എൻ്റെ കൈ ഫ്രാക്ചറായി കിടന്നപ്പോൾ എലീന എൻ്റെ അടുത്ത് വന്നായിരുന്നു. പിന്നീട് അരുൺ എലീനെ കാണാൻ ശ്രമിച്ചിരുന്നില്ല? ഫോണിലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടാതിരുന്നിട്ടാണ് ഞാൻ എലീനയുടെ വീട്ടിൽ പോയത്. പക്ഷേ അവളെന്നെ കാണാൻ സമ്മതിച്ചില്ല. എത്ര ദിവസം മുമ്പാണ് അരുൺ എലീനയുടെ വീട്ടിൽ പോയത്? ഒരു 2 ആഴ്ച മുൻപാണ് സർ. എലീന ഇപ്പോൾ എവിടെയുണ്ട്? വീട്ടിലുണ്ടാവും സർ. ഓക്കെ, താങ്ക്സ് അരുൺ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വിളിക്കും. ഓക്കെ സർ. ഹലോ മാം. ടെൽ മീ. ഒരു ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 1 മന്ത് ലൊക്കേഷൻസ് ഒന്ന് ട്രേസ് ചെയ്ത് തരണം. ഓക്കെ, അജയ് ടെക്സലിൽ നിന്ന് വിളിക്കും. ഞാൻ ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ മാം. എനി പ്രോഗ്രസ്? ഐ ആം വെരി ക്ലോസ്.
അഭിനോ ആ സർ, ഒരു സസ്പീഷ്യസ് ആയ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കിടയിൽ ഈ സബ് ഡിവിഷനിൽ 2 പെൺകുട്ടികളുടെ സൂയിസൈഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് എൻ്റെ സർക്കിളിലാണ്. സൂയിസൈഡിൻ്റെ റീസൺസ് ഒന്നും കാണുന്നില്ല, പക്ഷേ കേസിനെ പറ്റി അറിഞ്ഞപ്പോൾ സാറിന് ഉപകാരപ്പെടും തോന്നി. ഓക്കെ, ആ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്യും. ഓക്കെ സർ, ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ശരി സർ, താങ്ക് യു. ശരി. Good evening, ma'am. Sit. I was waiting for you. Anything urgent, ma'am? Yes, very urgent. Aji, what's your opinion about Karthik? കുറച്ച് റിസർവ്ഡ് ആയിട്ട് തോന്നിയിരുന്നു. ഹി ഹാസ് ആൻ എക്സ്ട്രാ സെൻസ്. പലതും മുൻകൂട്ടി അറിയാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മാസമായിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഈസ് സംതിങ് ഡൗട്ട്ഫുൾ. Yes. It's a decoy. What? ബീങ് എ നോഡൽ ഓഫീസർ ടു ദി ഇന്റർപോൾ, ക്രൈം ബ്രാഞ്ചിൻ്റെ അസിസ്റ്റൻസ് അവർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ ഒരു ഓഫീസർ അൺഡിസ്ക്ലോസ്ഡ് മിഷനുമായിട്ട് ഇവിടെയുണ്ട്. സപ്പോർട്ട് കൊടുക്കണമെന്ന് സെൻട്രലിൽ നിന്ന് ഇൻറ്റിമേഷൻ ഉണ്ടായിരുന്നു ത്രൂ ഒഫീഷ്യൽ ചാനൽസ്. കാർത്തിക് യൂറോപ്യൻ കൺട്രീസിൽ നടന്ന മരണങ്ങളെയും ഇവിടെ നടന്ന മരണങ്ങളെയും കുറിച്ചുള്ള സംശയങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് ഞാൻ അജോട് ഷെയർ ചെയ്തത്. ആ സമയം അജി ലീവിലായിരുന്നല്ലോ. They needed an unofficial support. So I opted you. Now what happened, ma'am? He is the real Karthik. ആ മിസ്സിംഗ് പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ കണക്റ്റ് ആയില്ലേ? യെസ്. 2 മരണങ്ങളും സൂയിസൈഡായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. I got information from Kannur SP, a religious assassin. He manipulated all of us. He even accessed all our official channels for his own plans. Is he traceable? അയാൾ താമസിച്ചെടുത്തില്ല. നോ ഇൻഫർമേഷൻസ്. എന്തിൻ്റെ പേരിലാണെങ്കിലും he decoyed me for all his killings. I won't allow him to escape. I need him, Aji. I will track him, ma'am. Okay. You will get all the support. Okay, ma'am. Let me leave. Okay, Aji. അജി. യെസ് മാം. 2 ദിവസമായിട്ട് ഫോണിൽ കിട്ടാനുണ്ടായിരുന്നില്ലല്ലോ.
കർണാടകയോ മറ്റോ ആയിരുന്നോ? യെസ്, എ ഷോർട്ട് ട്രിപ്പ്. mystery revealed inside of me is all in the symphony. Depths of our realities, all of the things they need, the destiny they wanna keep. It's all in the symphony. Depths of our realities, watching the sky turning gray. The prayers made it rain
fighting the dark and the pain. There is no better way. Dug down the evil in the grave. No matter what it takes, fighting the dark and the pain. There is no better way. I'm not afraid now to play my part now. Take back all your sins now and fade into thy white now, watching the sky. Aji, it's Karthik Somasundaram. Karnataka police handed over him to the central agency. He's in top priority on Interpol's red notice list. And one more thing, keep going with your mission. Dug down the evil in the grave. No matter ഹീ ഇസ് എ റിയൽ കാർത്തിക്. അവരുടെ ഒരു ഓഫീസർ അൺഡിസ്ക്ലോസ്ഡ് മിഷനുമായിട്ട് ഇവിടെയുണ്ട്. there is no better way. All of the mystery. നിന്റെ സാറൊക്കെ ഉണ്ടായിരുന്നു സെൻട്രൽ ട്രാവൻകൂറുമായൊരു കണക്ഷൻ. Is all in the symphony, depths of our realities, all of the things they need, the destiny they wanna keep. It's all in the symphony, depths of our realities. സസ്പീഷ്യസ് ആയ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഒരാഴ്ചക്കിടയിൽ ഈ സബ് ഡിവിഷനിൽ 2 പെൺകുട്ടികളുടെ സൂയിസൈഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. And one more thing, keep going with your mission.
പ്രഗ്നൻ്റ് ആയ ചേച്ചി ബ്ലീഡിംഗ് ആയി മരിച്ച വിവരം പിറ്റേന്ന് നാൻസി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. കൊട്ടിയൂരിൽ നിന്ന് എലീനയോടൊപ്പം മറ്റൊരു നഴ്സ് കൂടി ട്രാൻസ്ഫറായി വന്നിരുന്നു, ഒരു നാൻസി. എൻ്റെ ജൂനിയറായി പഠിച്ചൊരു കുട്ടി എലീനയുടെ കൂടെ ഉണ്ടായിരുന്നു. അവളാണ് എനിക്ക് എലീനെ പരിചയപ്പെടുത്തി തരുന്നത്. ഈ അരുണിൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടിയുടെ പേരെന്തായിരുന്നു? നാൻസി.